അതെ, ഒരു ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്ത. ഒന്നുമല്ല, നമ്മുടെ ലോറ ചത്തുപോയി. സജീവിൻ്റെ കാർ പുറച്ചിൽ കിടക്കുന്നു ചത്തിട്ട്. ഇതിപ്പം തന്നെ ജഗു സ്കൂളിൽ വിട്ട് വന്നപ്പോൾ കണ്ടപ്പോൾ പറയാം. അപ്പോൾ അതിന് കുളിച്ചിടാൻ പോവുക. ലോറ ഈ 10 കൊല്ലമായി, 10 വയസ്സ്, 11 വയസ്സായി ലോറയ്ക്ക്. നമ്മുടെ ലോറ, കാമറി, അംബ്രോസ്, ടൈസൺ, ഈ 4 പേരാണല്ലോ ഒരേ സമയം നമ്മൾ എടുത്തു കൊണ്ടിട്ടുള്ളത്. അടുത്ത ലോറയാണ് ഇപ്പോൾ ഇവിടെ കണ്ട പ്രായമായിട്ടാണ് ചത്തു പോണത്. അപ്പോൾ അങ്ങനെ നമ്മുടെ വീട്ടിലൊരു ചരിത്രം കൂടിയും ഇല്ലാണ്ടായി. ഭയങ്കര സ്നേഹമുള്ള നായായിരുന്നു ലോറ. അപ്പോൾ ലോറേനെ ഞാനവിടെ കുഴിച്ചിടാൻ പോകണേ. അപ്പോൾ സാധാരണ പണ്ട് നായ്ക്കളെ കുഴിച്ചിടാറുണ്ടായിരുന്നു. നമ്മൾ വീട്ടിൽ കുറേ നായ്ക്കളുണ്ടായിരുന്നല്ലോ. ഇങ്ങനെ ഓരോ ട്രിപ്പും 4 നായ്ക്കൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവരൊക്കെ ഒരു 10, 11, 12 വയസ്സൊക്കെ ആകുമ്പോൾ അവർ ചത്തുപോകും. അപ്പോൾ അവരൊക്കെ കുഴിച്ചിടും. ഒരു നായേനെ പോലും നമ്മൾ പ്രായമായിട്ട് കൊണ്ടുപോയി വഴിവെക്കിൽ കൊണ്ടുപോയി തള്ളിക്കളയി അങ്ങനത്തെ ഒന്നുമില്ല. നമ്മുടെ വീട്ടിൽ തന്നെ കുഴിച്ചിടും. ചാവണവരെ ഇവിടെ തന്നെ, അത്ര തന്നെ. അപ്പോൾ ഞാൻ ആരും അറിഞ്ഞില്ല, ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് ആരെങ്കിലും വരേണ്ടി വരും. പറഞ്ഞല്ല, വലിയച്ഛനോട് വലിയച്ഛനോടൊന്ന് കൈയൊന്ന് പിടിക്കാൻ പറയാം. കാല അതിനെ പിടിച്ചിട്ട് വലിയൊരു കുഴി കുത്തണം നീ. അപ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ അനിലേട്ടൻ വരുന്നുണ്ട്. കയ്യോറിട്ടിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അല്ലെങ്കിൽ കയ്യോറൊന്നും ഉപയോഗിക്കാറില്ലേ നമ്മൾ. പക്ഷേ ഇനി ഇപ്പോഴത്തെ ഇതിൽ ഈ ചാക്കിലേക്ക് എടുത്തിട്ടേ ഉന്തുവണ്ടിയിലാക്കിയിട്ട് അവിടെ കൊണ്ടുപോയി കുഴിച്ചിട്ടാനാണ് പരിപാടി. അപ്പോൾ ലോറ മരിച്ചത് ടൈസനോ അംബ്രോസോ കാമറിയോ അറിഞ്ഞിട്ടില്ല എന്തോ ഉണ്ട്. പ്രായമായിട്ടുള്ളതാണല്ലോ. പറയില്ലേ, ഞാൻ ഇവിടെ പിടിക്കാം. എന്തോരം കുറുക്കന്മാരെയും ഇവരൊക്കെ പരിച്ച് അതിനൊക്കെ ഓടിച്ചിട്ട് പിടിച്ചിട്ടുള്ളതാ. കുറുക്കനെ പിടിച്ചിട്ടില്ല, പക്ഷേ കുറുക്കന്മാരെ ഓടിപ്പിക്കാൻ ഇവിടെ ഭയങ്കര മിടുക്കിയായിരുന്നു. പിന്നെ നമ്മുടെ ഈ എന്താ പറയുക, പിടിക്കാനും മിടുക്കിയായിരുന്നു. ലൈറ്റ് കത്തുണ്ടല്ലോ. ഞാൻ വിചാരിച്ചു ഭയങ്കര കാനുണ്ടെന്നേ. എനിക്കാക്കാവുന്നല്ലോ. അവിടേക്കുണ്ട്. അവിടെ ഞാൻ സ്ഥലം കണ്ടെത്തി വിചാരിച്ചിട്ടുണ്ട്. ഇനി കയ്യോറ വേണ്ട, ശരിക്ക് ഇവിടെ കുത്താം. ഇവിടെ കുത്താം. അത് കുഴപ്പമില്ല. ഇവിടെ കുഴി കുത്തി ഈ തെങ്ങിൻ്റെ ഇടയ്ക്ക് കുഴിച്ചിടാം. കുഴി കുത്തട്ടെ. അല്ല, ഞാനൊന്നും ചെയ്യണ്ട. തലയ്ക്ക് മാർക്ക് നമ്മളെ ഈ തെങ്ങിൻ്റെ ഇടയ്ക്കിലാണ് കുഴിച്ചിട്ടുണ്ട് കേട്ടാ. ഇത് തെങ്ങിൻ്റെ ഇടയ്ക്ക് കണ്ടമാനം വള. അതിന് മാറ്റാം. അല്ലേ ശരിയാവില്ല.
വലിയ ഇത്തിരി വലിപ്പം വേണ്ടല്ലോ കുഴി. എന്തോരം നായ്ക്കളൊക്കെ കുഴിച്ചിട്ടുണ്ട് അല്ലേ ശരിക്ക്. അവിടെ ഇവിടേക്ക് ആയിട്ട് മുറി മുറി അവനെ ഞാൻ മുറിക്കും. ഇങ്ങോട്ട് ഇങ്ങോട്ട് പേളിനോട് ഓട്ടം എന്തിട്ടായിരുന്നു മിഞ്ഞാത്തവിടെ മിഞ്ഞാന്നേ ഞങ്ങളല്ലാണ്ട് അവിടെ ഇരിക്കുക. വൈകുന്നേരം അപ്പൊ പേളി ചാർലി ഞങ്ങളുടെ പിന്നാലെ അങ്ങോട്ട് വന്നു. പേളി വരും, ഇവള് ഓടിപ്പിക്കും, ഇവിടെ വരക്കി. അത് കഴിഞ്ഞ് ഇവള് തിരിച്ചിങ്ങനെ വരും, പേളി പിന്നാലെ വരും, അപ്പോൾ ഇവള് പിന്നെ ഓടിപ്പിക്കും. തെങ്ങിന്റെ ഇടയ്ക്ക് കുഴി കുത്തണം നല്ലതേ. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ദ്രവിച്ചോളൂ. നമ്മൾ വേറെ വല്ല സ്ഥലത്താകുമ്പോൾ ചിലപ്പോൾ കൈക്കോട്ട് കളിച്ച് മറിക്കും. അപ്പം അറിയില്ലല്ലോ. തെങ്ങിന്റെ കട മാന്തില്ലേ? ചേട്ടാ വലിയ മറ്റേ ഇരുതല മൂരി ഇതേരല്ലേ? ഇരുതല മൂരി ഒന്നല്ല, എന്തോരകളാ. ആരാണ്ട് പറഞ്ഞു കുമ്മായി കഴിഞ്ഞിട്ട് അരകളൊക്കെ നശിപ്പിക്കുന്നു മണ്ണരര്. എനിക്ക് തോന്നില്ലേ കുമ്മായി കഴിഞ്ഞാലൊന്നും അല്ലേ? നമ്മുടെ പറമ്പിൽ ഇഷ്ടം പോലെ ഉണ്ട് മണ്ണരല്ലേ. 4 പേർക്കും തീറ്റ വയ്ക്കും ഇത്ര ചോറ് വൈകുന്നേരം അല്ലേ ചേട്ടാ? കാമറി, അംബ്രോസ്, ചോറ് വയ്ക്കും വൈകുന്നേരം അല്ലേ ചേട്ടൻ? വീട്ടുകൾക്ക് 4 പേർക്കുള്ളത്. ഇനി 3 പേർക്കുള്ള ചോറ് മതി. വരുന്നില്ലേ? അല്ലെങ്കിൽ 4 പേരും കൂടി ഓടിക്കുന്നതിന് കാമറി ഓടിക്കണ്ടാവില്ല. ബാക്കി 3 പേരും കൂടി ഓടിക്കും. കുഴിയായിട്ടാ ആദ്യം ഒരു ലക്ഷം മഴ അടിയിലിട്ടോ, എന്നിട്ട് ഇതിന്റെ മീതിയും വിടാം. മഴ വരുന്നുണ്ട്, നല്ല മഴ വരുന്നുണ്ട്. മഴ വരുമ്പോഴേക്കും കുഴിച്ചിടണം. തുലാവർഷത്തിന്റെ പറഞ്ഞമാതിരി തുലാവർഷത്തിന്റെ ഒരു വൈകുന്നേരം ആകുമ്പോ ഒരു ഇടി കൊടുക്കോ മഴ. ഇന്നലെ വൈകുന്നേരം നല്ല ഇടി മിന്നലുണ്ടായിരുന്നു. അത് മൂടി വയ്ക്കും. മൂടി വയ്ക്കുന്നുണ്ട്. അത് ചേട്ടൻ ഇന്ന് കൂർക്കേമേ ഓലിട്ടില്ല അല്ലേ? ഈ കൂർക്കേമേ അത് അലിയില്ലല്ലോ. കുമ്മായം മോത്തി വാട്ടം കുമ്മായം മോത്തി ഞാൻ പിടിച്ച് വയ്ക്കാം. ഇതിവിടെ വെച്ചിട്ട് മറച്ചാൽ മതി. അല്ലല്ല അത് അടിയിൽ അല്ല വെച്ചാൽ മതി. ഇതേ വെക്കണം. അയ്യോ അത് കുഴപ്പമില്ല. കൈക്കോട്ടോട്ട് പതിക്കൊന്ന് മറക്കാലോ, നീക്കാം. പോട്ടെ, കറക്റ്റാണ്. അപ്പോഴും ഒരു ലേശം കൂടി ഇങ്ങോട്ട് നീക്കേണ്ടി വരും. അപ്പൊ അതന്നെ ശരിയായിട്ടാ. അങ്ങനെ ലോറേരെ ഈ മണ്ണിടുക എന്ന് പറയില്ലേ? താമരച്ചെടിയാ അവരറിഞ്ഞിട്ടില്ല. ഞാൻ എടുത്തിട്ടാ. ഇനി വേണ്ടി വേണ്ട കൊണ്ടുപോക്ക.
അങ്ങനെ അങ്ങനെ 10-11 കൊല്ലത്തെ ലോറയുടെ ജീവിതം കഴിഞ്ഞു. 2014 കൊണ്ടുവന്നേ മണ്ണുത്തിന്ന്. 2013 14 പ്രീതിയൊക്കെ ഇവിടെ ഉള്ളപ്പോ 14 2014 കൊണ്ടുവന്നേ മണ്ണുത്തിന്ന്. അവര് 3 പേരല്ല ആ കൃഷിഭവനത്തെ ഓഫീസറല്ലേ? അയ്യോ കടന്നലാണോ? അല്ല ചേട്ടാ ഓടിക്കോ. അയ്യോ കടന്നല്ല. അയ്യോ അങ്ങോട്ട് പോണ്ട ചേട്ടേ. ചേട്ടാ അങ്ങോട്ട് പോണ്ട. കടന്നലുകൾ പറക്കണോ? നോക്കിയാ തോരനെ കൊറേ ഉണ്ട്. ഇങ്ങോട്ട് പോരെ. അയ്യോ കുത്തിയാ? എവിടെ കുത്തിയാ? എവിടെ? കൊറേ സ്ഥലത്ത് കുത്തിയാ? കയ്യുമ്പോ മാത്രം? അയ്യോ ഇളകില്ലോ. അത് വലിയ കൂടല്ലേ? വലിയ കൂടെ തന്നെയാ. അതേ നോക്കിയേ കൊറേ എണ്ണം. കടന്നല തേനീച്ചിയാ. അയ്യോ നാളെ അല്ലേ മുരളിയേട്ടൻ വരാ? ആൾക്ക് കിട്ടേണ്ടതായിരുന്നു. നാളെ മറ്റന്നാ എന്തുകൊണ്ട് ചെയ്യാ? അതെ ചിലപ്പോ ചാക്കിന്റെ ഉള്ളിലെ കൂട് ഞാൻ ചാക്ക് വലിച്ചല്ലോ, വലിച്ചു കുടഞ്ഞു. ചാക്കിന്റെ ഉള്ളിലെ കൂട്. ഇനിയിപ്പോ എന്താ ചെയ്യാ? വൈകുന്നേരം ഒക്കെ പുറത്താ. രാത്രി വന്ന് നോക്കാം. രാത്രി വന്ന് നോക്കിയാലേ രാത്രി വന്നിട്ട് തീയിടാം. അവിടെ ഇരിക്കുന്നുണ്ടാവില്ലോ. അവിടെ പോണ്ടല്ലേ ചേട്ടാ? ഭാഗ്യം. ഇവിടുന്ന് ജീവനെ കൊണ്ട് ഓടണ്ടോന്നേനെ. കൊറേ ഉണ്ട്. ഞാനതല്ല കാലത്ത് എനിക്ക് ഈ വെല്ലമിൽ ഇന്ന് കുത്തി കിട്ടിയത് വരണം. അവിടെ ഉണ്ടായിരുന്നേ ആ കോഴിക്കോട് ഒരു ഓറേറ്റ് ഉണ്ടായിരുന്നോ സ്വിച്ച് ബോർഡുമേ മഴ കൊള്ളാണ്ടില്ലേ. അപ്പൊ അതൊന്ന് കാലത്ത് ഒരു കുത്തി കിട്ടിയത്. ആ വെല്ലമിൽ ഇപ്പോഴും കുത്തി കിട്ടിയത്. എവിടെ കൂട്? ഇതിന്റെ ഉള്ളിലുണ്ടോ നോക്കിയ കൂട്? അതിന്റെ ഉള്ളിലാ കൂട്. ഈ ചാക്ക് എന്തിനെടുത്താ? ചാക്ക ഞാൻ അയാൾ പൊളിക്കാൻ വരുമ്പോ ഈ ചാക്ക് ഇന്ന് നാളെ പേസ്റ്റ് കൊണ്ട് പോകാൻ വരില്ലോ. അപ്പൊ അതൊക്കെ അതിന്റെ ഉള്ളിലുണ്ടല്ലേ? അപ്പൊ കൂട് ചാക്കിന്റെ ഉള്ളിലായിരുന്നു കൂട്. കൂടെ അന്വേഷിച്ച് നടക്കണം അവര്. അതിന്റെ ഉള്ളിലുണ്ടാവും. ആ കൂട് വലിയ കൂടായി വരണല്ലോ. വലിപ്പം കൂടി വരണല്ലോ. അപ്പളേ അത് കൂടാണ് അവരന്വേഷിക്കണം. അപ്പൊ മരമുറിയുടെ ശബ്ദം കേൾക്കുന്നത്. മരമുറിയുടെ അപ്പൊ അങ്ങനെ ലോറയുടെ ശവകുടീരം ആ തെങ്ങിന്റെ കടയിൽ